ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഒരു മിനിറ്റ്. യെസ്, സോ വെൽക്കം ബാക്ക് എല്ലാവർക്കും. ഓക്കെ, വെൽക്കം ബാക്ക്. സോറി, കൈയൊന്നും അറിയാതെ തട്ടിപ്പോയതാണ്. എല്ലാവർക്കും സ്വാഗതം ക്ലാസ് വിത്ത് ജെ പിയിലേക്ക്. സോ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഇങ്ങനെ ആലസ്യത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ആലസ്യമൊക്കെ ഒന്ന് മാറ്റാം. നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓരോ ക്ലാസ്സുകളും വളരെയധികം എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാവരും കൃത്യമായി പഠിക്കുക. ഹിസ്റ്ററി ക്ലാസ് കേട്ടിട്ട് ഒത്തിരി പേര് അവർക്കൊത്തിരി പ്രയോജനം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകളെ പറ്റി അഭിപ്രായമുണ്ട്. ക്രിട്ടിക്കലി ഇവാലുവേഷൻ ആവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇംപ്രവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയുക തീർച്ചയായിട്ടും. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ, ഫസ്റ്റ് വേൾഡ് വാർ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം റിട്ടേൺ ഓഫ് ഗാന്ധിക്ക് തൊട്ട് മുമ്പുള്ള പാർട്ട് വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ? നമ്മൾ ഇന്ന് തുടങ്ങുന്നത്, ഞാൻ വീണ്ടും പറയാം, ഇതൊരു ഫ്രെയിം വർക്ക് മാത്രമാണ് ഇപ്പോൾ തരുന്ന ഒരു 6-7 ക്ലാസ്സുകൾ. ഈ ഫ്രെയിം വർക്ക് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഹിസ്റ്ററിയിലേക്ക് ഡെപ്തിലോട്ട് കടക്കുകയുള്ളൂ. ഓക്കെ, ഇതൊരു ജനറൽ മോർഫോളജിയാണ്, അല്ലെങ്കിൽ ജനറലി ഒരു രൂപരേഖ മാത്രമാണ് ഈ ക്ലാസ്, ഇപ്പോൾ തരുന്ന ക്ലാസ്, ഹിസ്റ്ററിയുടെ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നൊരു ടൈം, ഏത് സമയത്താണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്? അപ്പോൾ ആദ്യത്തെ പാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഗാന്ധിജിയിൽ നമുക്ക് തുടങ്ങാം. ഗാന്ധിജി റിട്ടേൺസ് ടു ഇന്ത്യ. ഗാന്ധിജി റിട്ടേൺസ് ടു ഇന്ത്യ ഓൺ എന്നാണ് വരുന്നത്. ആ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്, ജനുവരി 9, 1915. അപ്പോൾ അതുവരെ ഗാന്ധിജി എവിടെയായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയായിരുന്നു. യെസ്, ആഫ്റ്റർ സ്റ്റേയിങ് അറൗണ്ട് 21 years ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ഓൾമോസ്റ്റ് 21 വർഷത്തെ താമസത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലെത്തി. സോ ബിഫോർ കമ്മിങ് ടു ഇന്ത്യ ഹി വാസ് ഓൾറെഡി റണ്ണിങ് ആൻ ഓർഗനൈസേഷൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഹി വാസ് ഓൾറെഡി റണ്ണിങ് ആൻ ഓർഗനൈസേഷൻ കോൾഡ്, ആ ഓർഗനൈസേഷൻ്റെ പേരെന്താണ്? നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. മറന്നു പോകരുത്, ആ ഓർഗനൈസേഷൻ്റെ പേര് നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എന്നാണ്. സോ ബിഫോർ കമ്മിങ് ടു ഇന്ത്യ ഹി വാസ് റണ്ണിങ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. അതെവിടെയാണ്? ഇൻ സൗത്ത് ആഫ്രിക്ക. ആൻഡ് വാട്ട് വാസ് ഇറ്റ്സ് എയിം? Its aim was to end discrimination, end racial discrimination, varna vivejanam against Indians in South Africa. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? ടു എൻഡ് ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് ഇന്ത്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക. കറുത്ത വർഗ്ഗക്കാരൻ, വെളുത്ത വർഗ്ഗക്കാരൻ എന്ന് പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. അതിനഗൻസ്റ്റായിട്ടാണ് അദ്ദേഹം പോരാടിയത്. ഓക്കെ, ഇനിയും ഇതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓരോ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. എന്ത് പറയുന്നു? സെക്കൻഡ് പോയിന്റിലേക്ക് വന്നാൽ, സെക്കൻഡ് പോയിന്റ് ഗാന്ധിജിയുടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ അധികമൊന്നും ഞാൻ പറയുന്നില്ല, ഫ്രെയിം വർക്ക് ആയതുകൊണ്ട്. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു ആരായിരുന്നു? ഹു വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധിജി? ഇറ്റ് വാസ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻഡ് അദ്ദേഹമായിരുന്നു മെൻറ്റർ ഗാന്ധിജിയുടെ. ഗാന്ധിജി വന്ന ശേഷം അദ്ദേഹം ഓൾമോസ്റ്റ് ഒരു 2 months ശേഷം ഗോഖലെ മരിച്ചു. ഗോഖലെ മരിച്ചതിന് ശേഷം, അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്, വാസ് എ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധിജി. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒരു വർഷത്തോളം he decided that he won't wear any footwear. ഒന്ന് ആലോചിച്ച് നോക്കൂ,
അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ആരുടെ മരണശേഷമാണ് ഗാന്ധിജി ഫുട്വെയർ ഉപേക്ഷിച്ചത്? നമ്മൾ കേൾക്കുമ്പോൾ ചിരി തോന്നുമെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുസ്ഥാന ഒരാൾ മരിച്ചപ്പോൾ ഈ ഡിസൈഡഡ് നോട്ട് ടു യൂസ് ദ ഫുട്വെയർ, ചെരുപ്പ് ഉപയോഗിക്കില്ല 1 വർഷം എന്ന് നിശ്ചയിച്ച ആളാണ് ഗാന്ധിജി. ഇതാണ് ഗാന്ധിജിയുടെ ഡിറ്റർമിനേഷൻ. ഈ ഡിറ്റർമിനേഷനാണ് ഗാന്ധിജിയെ, ഇന്ത്യക്കാരെ ഗാന്ധിജിയിലേക്ക് അടുപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഫസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ലെഡ് ബൈ ഗാന്ധിജി. എന്തായിരുന്നു ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്? ഫസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ബൈ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ചമ്പാരൻ സത്യാഗ്രഹ. വളരെ ഫേമസ് ആണത്. ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ആദ്യത്തെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഗാന്ധിജിയുടെ. ഇറ്റ് വാസ് ചമ്പാരൻ സത്യാഗ്രഹ. ആൻഡ് അത് എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ചമ്പാരൻ സത്യാഗ്രഹം എന്ന് സ്റ്റാർട്ട് ചെയ്തു? വളരെ എളുപ്പമാണ് ഓർത്തിരിക്കാൻ. 17th April 1917 ഓർത്തിരുന്നാൽ മതി. ഇവിടെ 17 ഉണ്ട്, ഇവിടെ 17 ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്. 17th April 1917. സോ ഫസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ബൈ ഗാന്ധിജി, ചമ്പാരൻ സത്യാഗ്രഹ. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഓൺ 17th April 1917 ആൻഡ് ഇറ്റ് വാസ് എ ഫാർമേഴ്സ് അപ്രൈസിങ്. അതെന്ത് മൂവ്മെൻ്റ് ആണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫാർമേഴ്സ്, ഒരു കർഷക സമരമായിരുന്നു. അതെവിടെയാണ് ചമ്പാരൻ എന്ന് പറയുന്നത്? ഇറ്റ് വാസ് ഇൻ ബീഹാർ. ആൻഡ് ഇവിടെ ഹി യൂസ്ഡ് ദ സെയിം മെത്തേഡ് ഹി യൂസ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ഉപയോഗിച്ച അതേ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ. ദിസ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ്, ഈ മൂവ്മെൻറ്റ് വേറൊരു പേരുണ്ട്, ഇന്ത്യാസ് ഫസ്റ്റ്. ദിസ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ഇന്ത്യാസ് ഫസ്റ്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അതായത് സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം. യഥാർത്ഥ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് 1930 ഉപ്പു സത്യാഗ്രഹം. പക്ഷെ ഇവിടെ ഈ ചമ്പാരൻ സത്യാഗ്രഹം വിളിക്കുന്നത് ഫസ്റ്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്നാണ്. അതൊരു പീസ്ഫുൾ മൂവ്മെൻ്റ് ആയിരുന്നു, ഓർക്കുക. അതൊരു അഗ്രസീവ് മൂവ്മെൻ്റ് ഒന്നും അല്ലായിരുന്നു, പീസ്ഫുൾ മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ മോഡറേറ്റ്സ്, എക്സ്ട്രീമിസ്റ്റ് 2 ഗ്രൂപ്പുണ്ട്. സോ നോർമലി മോഡറേറ്റ്സ് ലീഡ് ചെയ്യുന്ന ഗ്രൂപ്പൊക്കെ എന്തായിരിക്കും? ഓൾമോസ്റ്റ് പീസ്ഫുൾ മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണ്, ആദ്യമായിട്ട് ഗാന്ധിജി ഇറങ്ങിയ ഒരു സ്ട്രഗിളാണ്, ഒരു സത്യാഗ്രഹമാണിത്. സോ ഇത് പീസ്ഫുള്ളായിരുന്നു എന്ന് പറയുന്നു. ഇനി അടുത്തത്, ഈ മൂവ്മെൻറ്റിൽ നിന്നും എമർജ് ചെയ്ത ഒരു ലീഡറിൻ്റെ പേര്. അതായത് ദ ലീഡർ എമർജ് ഫ്രം ദിസ് മൂവ്മെൻറ്റ്, ദിസ് എന്താ പറഞ്ഞത്, ചമ്പാരൻ മൂവ്മെൻറ്റ് വാസ് ഇറ്റ് വാസ് നോ അതർ ദാൻ രാജേന്ദ്ര പ്രസാദ് ആൻഡ് ഇറ്റ് വാസ് നോൺ ആസ് ബീഹാർ ഗാന്ധി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം അറിയപ്പെടുന്നത് ബീഹാർ ഗാന്ധി എന്നാണ്. ഓക്കെ, ആൻഡ് ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷമാണ് ഗാന്ധിജി വാസ് കോൾഡ് ആസ് ബാപ്പു. ഓർക്കുക, അതും പരീക്ഷയ്ക്ക് റെയറായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കാരണം ചമ്പാരൻ സത്യാഗ്രഹത്തോട് കൂടിയിട്ട് എന്താ പറയുന്നത്, ഗാന്ധിജി ജനഹൃദയങ്ങളിലേക്ക് വന്നു, ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഫൈൻ. ഇനി അടുത്തത് തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് റിഗാർഡിങ് ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്നത് 1918 നവംബർ 11-നാണ്. 1918 നവംബർ 11-നാണ് ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്തത്. ഓക്കെ, എൻഡ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ഇനി ഇതിൽ ഒരു ടൈം ലൈൻ നമുക്ക് വരയ്ക്കാം. ഈ ടൈം ലൈനകത്ത് 1 2 3 4 5 പോയിൻറ്റ്സ് ഉണ്ട് ഈ ടൈം ലൈനിൽ. അടുത്തത് നമുക്ക് 4th പോയിൻ്റായിട്ട് ടൈം ലൈൻ വരയ്ക്കാം. ഞാനത് ഇവിടെ വരയ്ക്കാൻ പോവാണ്, ഡ്രോ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോണം ടൈം ലൈൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, 1915 ഈ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1916 വന്നു, 1917 വന്നു. ഓക്കെ, വീണ്ടും അത് 1917 തന്നെ വരുന്നു. ദെൻ ഇറ്റ് കംസ് ഓൺ 1918. അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 1915 to 1918 വരെയുള്ള ടൈം ലൈനാണ് പറയുന്നത്. ഇവിടെ എന്താ നമ്മൾ ആദ്യം പഠിച്ചു, 1915 9th ജാനുവരിയിലാണ് ഗാന്ധിജി തിരിച്ചു വരുന്നത്, റിട്ടേൺ ഓഫ് ഗാന്ധി. ആൻഡ് ദിസ് ഡേ വാസ് സെലിബ്രേറ്റഡ് ആസ് പ്രവാസി ഭാരതീയ ദിവസ്. മുമ്പേ ഞാൻ പറയാൻ വിട്ടുപോയി.
ഈ ദിവസമാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കോമെമ്മറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1915 റിട്ടേൺ ഓഫ് ഗാന്ധിയാണ്. 1916 വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് ലക്നൗ പാക്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും, ഡിവോഴ്സായിപ്പോയ മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചു. അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതാണ് ലക്നൗ പാക്ട്. ഈ ലക്നൗ പാക്ടിൻ്റെ പിന്നിൽ ആർക്കിടെക്റ്റ് ഓഫ് ലക്നൗ പാക്ട് ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല. അത് ഞാൻ അടുത്ത ഒരു പോയിന്റിൽ പറയും. എന്നാലും ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഈ ലക്നൗ പാക്ടിന് പിന്നിൽ പ്രവർത്തിച്ച ആൾ, അല്ലെങ്കിൽ ആർക്കിടെക്ട് ബിഹൈൻഡ് ലക്നൗ പാക്ട് വാസ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയാണ്. ഈ അടുത്ത 1917 എന്ന് പറഞ്ഞൊരു ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ. ആനി ബെസൻറ്റ് ബിക്കം ദ ഫസ്റ്റ് വിമൺ പ്രസിഡൻറ്റ് ഓഫ് INC. ആനി ബെസൻറ്റ് ആരാണ്? ആനി ബെസൻറ്റ്. ആനി ബെസൻറ്റ് എന്ന് പറയുന്നത് തിയോസഫിക്കൽ മൂവ്മെൻറ്റിൻ്റെ വലിയൊരു ലീഡറാണ് ആനി ബെസൻറ്റ്. ഒക്കൾട്ടിസ്റ്റ് മൂവ്മെൻ്റ് എന്നൊക്കെ പറയും. അതായത് ഇന്ത്യയിലെ ഉപനിഷത്തുകളെ പറ്റിയും മറ്റ് എന്താ പറയുന്നത് ദർശനങ്ങളെ പറ്റി പഠിക്കാൻ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു പാതിരിയുടെ മകളായിരുന്നു ആനി ബെസൻറ്റ്. സിസ്റ്റർ നിവേദിത അങ്ങനെ തന്നെയായിരുന്നു. അവരും കേണൽ ഓൾക്കോട്ടും കൂടെ ചേർന്നിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്യുന്നതും. ഇന്ത്യയുടെ ഫിലോസഫി എന്താണ്, ഇന്ത്യയുടെ ദർശനങ്ങൾ, ഉപനിഷത്ത്, ഷഡ്ദർശനങ്ങൾ, വേദാസ്, ഇതിനൊക്കെ പറ്റി പഠിക്കാനാണ് ആനി ബെസൻറ്റ് വരുന്നത്. പിന്നീട് അവർ അതിനകത്ത് വളരെയധികം മുന്നേറുകയും ചെയ്തു. എനിവേ 1917 ആനി ബെസൻറ്റ് ബിക്കം ദ ഫസ്റ്റ് വിമൺ പ്രസിഡൻറ്റ്. ചരിത്രത്തിൽ ആദ്യത്തെ വിമൺ പ്രസിഡൻറ്റ്. ആൻഡ് ഫസ്റ്റ് ഇന്ത്യൻ വിമൺ പ്രസിഡൻറ്റ് ആരാന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ്. ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സരോജിനി നായിഡു ആണ്. അത് 1924 ആണ്. അത് രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇനി ഇതേ 1917 തന്നെയാണ് ഈ 1917 നമ്മൾ പറയുന്നത് 1917 ഏപ്രിൽ 17 എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞാണ്, ചമ്പാരൻ സത്യാഗ്രഹ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഈ 1918 11th നവംബർ 1918 വേൾഡ് വാർ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് പറയാം. ആദ്യം 1915 9th ജാനുവരി റിട്ടേൺ ഓഫ് ഗാന്ധി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ലക്നൗ പാക്ട്. ലക്നൗ പാക്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ലക്നൗ പാക്ട് സംഭവിച്ചത്. ഒന്ന്, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ജോയിൻ ചെയ്തു. രണ്ട്, മുസ്ലിം ലീഗും കോൺഗ്രസും ജോയിൻ ചെയ്തു. മൂന്ന്, 1917 ആനി ബെസൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിമൺ പ്രസിഡൻ്റായി. 1917 ഏപ്രിൽ 17 ചമ്പാരൻ സത്യാഗ്രഹ സ്റ്റാർട്ട് ചെയ്തു. 1918 11th നവംബറിന് ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്തു. ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്ത 1914 ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അതിന് കാരണമുണ്ട്. നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റും ഫസ്റ്റ് വേൾഡ് വാറും തമ്മിൽ ചില കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പം ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്ത ദിവസവും എൻഡ് ചെയ്ത ദിവസവും സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ തുടങ്ങിയതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം അതൊക്കെ ഓൾറെഡി നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ സിലബസിനകത്തൊക്കെ അതൊക്കെ വേൾഡ് ഹിസ്റ്ററി തന്നെ വേറൊരു ഏരിയ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇത്രയും പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ 4th പോയിൻ്റ് ആണെന്ന് തോന്നി ഞാൻ പറഞ്ഞത് അല്ലേ. ഇനിയും അടുത്ത പോയിന്റ് 6th പോയിന്റിലേക്ക് ഞാൻ വരാൻ പോവാം. 5th പോയിന്റിലേക്ക് ഞാൻ വരാൻ പോവാണ്. 5th പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശ്രദ്ധിച്ചോണം. 5th ആണെന്നാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴും ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ പോയിന്റ്സ് വിട്ടുപോകും. നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, സെക്കൻഡ് വേൾഡ് വാർ വാസ് എൻഡഡ് ഓൺ 11th നവംബർ 1918 എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ ഈ സെക്കൻഡ് വേൾഡ് വാറിലെ ഫസ്റ്റ് വേൾഡ് വാറിലെ വിന്നേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളായിരുന്നു അല്ലേ. ബ്രിട്ടൻ ആണ് അതിനകത്ത് വിന്നിങ് ആയിട്ടുള്ള ഒരു ടീമിൽ ബ്രിട്ടനും ഉണ്ട്. ഇറ്റലിയൊക്കെയാണ് തോറ്റുപോയതെന്ന് തോന്നുന്നു അതിനകത്ത് അല്ലേ. ബ്രിട്ടൻ വിജയിച്ചു. സോ after the first world war ended, or after the Britain become the part of a winning movement, Indians expect a reward. കണ്ടോണം, Indians expect a reward from Britain എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ജയിച്ചപ്പോൾ എക്സ്പെക്റ്റ് എ റിവാർഡ്. ഇന്ത്യക്കാർ ബ്രിട്ടനിൽ നിന്നൊരു റിവാർഡ് പ്രതീക്ഷിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അതായത് ബ്രിട്ടൻ എന്തെങ്കിലും കൊടുക്കും. ഇവിടെ റിവാർഡെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് വേറൊന്നുമല്ല, ദാറ്റ് വാസ് സ്വരാജ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകും. യുദ്ധമൊക്കെ ജയിച്ചില്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിന് അവരിവിടുന്ന് പോകും. കുറച്ചുകൂടെ അധികാരങ്ങൾ, പോയില്ലെങ്കിലും കുറച്ചുകൂടെ അധികാരങ്ങൾ
ഇന്ത്യക്കാർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ റിസൾട്ടായിരുന്നു അങ്ങനെ ഉണ്ടാകാഞ്ഞതപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടുതൽ മിലിറ്റൻ്റായി. വാട്ട് യു മീൻ ബൈ മിലിറ്റൻ്റ്? മിലിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തീവ്രമായി. അങ്ങനെയാണ് റവല്യൂഷണറി ടെററിസം ഒക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു ടീമിൻ്റെ കാര്യങ്ങളൊക്കെ അതിശക്തമായിട്ട് അവർ മുന്നിലേക്ക് വരുന്നൊരു സമയമാണിത്. സോ ഫസ്റ്റ് വേൾഡ് വാർ നിരാശപ്പെടുത്തി ഇന്ത്യൻസിനെ. ഇന്ത്യൻസ് എക്സ്പെക്ട് ദാറ്റ് ബ്രിട്ടൻ വിൽ ഗിവ് എ റിവാർഡ് ഓർ ദേ എക്സ്പെക്ട് എ സ്വരാജ്. ബട്ട് ബ്രിട്ടൻ ഡിഡിൻറ്റ് show any positive attitude towards Indians, and as a result Indian national movement become more militant. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് കൂടുതൽ തീവ്രമാകാൻ തുടങ്ങി എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അടുത്തത് 6ാമത്തെ പോയിന്റിലേക്ക് വരികയാണ് ഞാൻ. 6ാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഗാന്ധിജിയുടെ അടുത്ത സത്യാഗ്രഹത്തെ പറ്റിയാണ്. ആൻഡ് ഇറ്റ് വാസ് കോൾഡ് കേദാ സത്യാഗ്രഹ. എന്താണ്? കേദാ സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു സത്യാഗ്രഹമാണ് അടുത്ത സത്യാഗ്രഹം. കേദ കുറച്ച് പേരൊക്കെ പഠിച്ചിട്ടുണ്ടാകും കേദാ സത്യാഗ്രഹം. ഇതെന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇത് 18th ഫെബ്രുവരി 1918. കണ്ടോ, മറ്റേത് പഠിക്കാനും എളുപ്പമായിരുന്നു. 17th ഏപ്രിൽ 1917. ഇത് 18th ഫെബ്രുവരി 1918. കേദാ സത്യാഗ്രഹ ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇറ്റ് വാസ് ബേസിക്കലി എ പെസൻറ്റ് മൂവ്മെൻറ്റ്. അത് ഒരു കർഷക സമരമായിരുന്നു. ആൻഡ് ഈ മൂവ്മെൻറ്റിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഹി വാസ് എ ലീഡർ. മറ്റേതിൽ നിന്നും എമർജ് ചെയ്ത ലീഡറാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, സർദാർ പട്ടേലിനെ പറ്റിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് ഞാൻ ആ ഏരിയയിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. ഓക്കെ, ആൻഡ് ഫൈൻ. ഇനി 7th പോയിന്റ് നമ്മൾ മുമ്പേ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലക്നോ പാക്റ്റിനെ പറ്റിയാണ് 7th പോയിന്റ് ഞാൻ പറയുന്നത്. ലക്നോ പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ലക്നോ പാക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ലക്നോ പാക്റ്റ് ലക്നോ പാക്റ്റിൽ 1906 സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് അല്ലേ? സൂററ്റ് സ്പ്ലിറ്റിൽ എന്ത് സംഭവിച്ചു എന്നാണ് പറഞ്ഞത്? മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും അടിച്ച് പിരിഞ്ചാച്ച് അല്ലേ? അതേ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും ലക്നോ പാക്റ്റിൽ ഒന്നിച്ചു. അതാണ് ലക്നോ പാക്റ്റ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് INML-ഉം പിരിഞ്ഞു പോയതാണ് 1906. അവരും ഒന്നിച്ചു. അങ്ങനെ മൊത്തത്തിൽ അതുപോലെ ഗാന്ധിജി തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ ഹോം റൂൾ ലീഗ് മൂവ്മെൻ്റ് ഉണ്ട്, അത് പിന്നെ പറയാനെപ്പറ്റി. ആനി ബസന്റിൻ്റെയും തിലകിൻ്റെയും അത് വരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ജഗപൊക കാലമാണ്. ഗാന്ധിജി തിരിച്ചു വരുന്നു. തിലക് കുറേ കാലം 1909 അദ്ദേഹത്തെ ബർമയിലേക്ക് നാട് കടത്തിയാണ്. അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നത് 16 അപ്പോൾ അങ്ങനെ നാഷണൽ മൂവ്മെൻറ്റ് മൊത്തത്തിൽ ഒന്ന് എമർജ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഉഷാറായി, ആളുകളെല്ലാം ഒന്ന് ഉഷാറായ ഒരു കാലഘട്ടമാണ് ലക്നോ പാക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ ലക്നോ പാക്റ്റിന് പിന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും INML-ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ക്വസ്റ്റ്യൻ. ഹു വാസ് ആർക്കിടെക്ട് ബിഹൈൻഡ് ലക്നോ പാക്ട്? മുമ്പേ പറഞ്ഞു, അത് മുഹമ്മദ് അലി ജിന്നയാണ്. അതായത് ശരിക്കും പാകിസ്ഥാൻ ഫോർമേഷൻ ഉണ്ടായതിന് പിന്നിലുള്ള ആളാണ് മുഹമ്മദ് അലി ജിന്ന. ആ മുഹമ്മദ് അലി ജിന്ന 1916 വരെയൊക്കെ ഇന്ത്യക്ക് അനുകൂലമായിരുന്നു എന്ന് പറയുന്നു. അടുത്ത 8ാമത്തെ പോയിന്റ്, എന്നാണ് ശരിക്കും ജിന്ന തിരിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8ാമത്തെ പോയിന്റായിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ഗാന്ധി. ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു വലിയ സ്ഥാനം കിട്ടിത്തുടങ്ങിയപ്പോൾ, അതായത് ഇന്ത്യൻ ജനഹൃദയങ്ങളിൽ ഗാന്ധിജി വന്നപ്പോൾ ത്രൂ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സത്യാഗ്രഹ ലൈക്ക് ചമ്പാരൻ സത്യാഗ്രഹ, കേദാ സത്യാഗ്രഹ ഓർ ലൈക്ക് റൗളറ്റ് മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ, ഖിലാഫത്ത്, അങ്ങനെ പല പ്രക്ഷോഭങ്ങൾ ഗാന്ധിജി എടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് അതുപോലെ ഗാന്ധിജി ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഹി ഡിഡൻറ്റ് യൂസ് എനി വെസ്റ്റേൺ ക്ലോത്ത്സ് ഉപയോഗിക്കത്തില്ല. അല്ലെങ്കിൽ ഹി യൂസ് ലോക്കൽ ലാംഗ്വേജസ് ഇൻസ്റ്റെഡ് ഓഫ് ഇംഗ്ലീഷ് ലൈക്ക് ഗുജറാത്തി ഓർ ഹിന്ദി ഓർ മറാഠി. ആൻഡ് ഹി വാസ് ഹൈലി സ്പിരിച്വൽ. വളരെ സ്പിരിച്വലായിട്ടുള്ള ഒരു ലീഡറായിരുന്നു ഗാന്ധിജി. ആൻഡ് ഈ ക്വാളിറ്റീസൊക്കെയാണ് ഗാന്ധിജിയെ ഇന്ത്യൻ മനസ്സുകളിലേക്ക് അടുപ്പിച്ചത്. പക്ഷെ അത് ജിന്നയ്ക്ക് പിന്നീട് അതൊരു പ്രശ്നമായി തോന്നുകയും ജിന്ന എന്ത് ചെയ്തു? ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് വളരെ മാറുകയും ഒരു സെപ്പറേറ്റ് മുസ്ലിം നേഷൻ എന്നുള്ള ആശയം കൊണ്ടുവരികയൊക്കെ ചെയ്തു. ആൻഡ് അറ്റ് ദ സെയിം ടൈം 1918 9th പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. 1918 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇയറാണ്. ആ ഇയർ ഇപ്പം നമ്മളെല്ലാം ഇപ്പോൾ പാൻഡമിക്കിലാണ് അല്ലേ, കൊറോണ.
അപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങോട്ട് പോകും നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ 1918 വന്നൊരു സംഭവമാണ് സ്പാനിഷ് ഫ്ലൂ. സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരു ഫ്ലൂ ആണ്, അതൊരു പനിയാണ്. അത് വളരെയധികം കത്തിപ്പടർന്ന് പന്തലിക്കുകയും തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വേർ എക്സ്പയർഡ്, തട്ടിപ്പോയി ഇന്ത്യയിൽ. അത് ഒരു ഡിവാസ്റ്റേറ്റിംഗ് ആയിരുന്നു 1918 എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ആണ് ആ ഒരു മൂവ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ വരുന്ന സമയമാണ്. ഇനി അടുത്തത് 10th പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 10th പോയിൻറ്റിനെ പറ്റി പറയേണ്ടത്, അപ്പം ഈ സ്പാനിഷ് ഫ്ലൂ വന്നു, അതുപോലെ പിന്നെ 1918 വേൾഡ് വാർ വന്നു. ഇതിലൊക്കെ ബ്രിട്ടീഷുകാരുടെ അനാസ്ഥ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ജനറൽ ഇന്ത്യൻസിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ത്യക്കാർക്ക് മനസ്സിലാവുകയും ഇന്ത്യക്കാർ വളരെ ഒരു മിലിറ്റൻ്റ് ആകുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഈ സമയത്താണ് നോക്കൂ, ബ്രിട്ടീഷുകാർ എപ്പോഴും ഒരു പോളിസി ഉണ്ട്. അവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം 1857 റിവോൾട്ട് വന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മൾ പഠിച്ചാണ്. റിവോൾട്ട് വന്നു. ആ റിവോൾട്ട് വന്ന സമയത്ത് ആ റിവോൾട്ട് അത് ബ്രിട്ടീഷേഴ്സിനെ വളരെയധികം ഞെട്ടിച്ച് കളഞ്ഞു. ആ റിവോൾട്ടിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നത്. മനസ്സിലാക്കണം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അവരെന്ത് ചെയ്തു, കൊണ്ടുവന്നു 1858. ഓക്കെ, അപ്പോൾ അവർ ആക്ട് കൊണ്ടുവന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ അതിനകത്ത് ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസിൽ റെപ്രസെൻറ്റേഷനൊക്കെ കൊടുക്കുകയുണ്ട് ഈ ആക്ടിൽ. ഓക്കെ, അങ്ങനൊരു സംഭവം അവർ ചെയ്തു. ഇതേപോലെ തന്നെയാണ് ഇപ്പം എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ. വേൾഡ് വാർ 1 വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാർ എക്സ്പെക്റ്റ് ചെയ്തത് ഇന്ത്യൻസിന് ബ്രിട്ടീഷുകാർ എന്ത് തരും, സ്വരാജ് തരുമെന്നാണ് അല്ലേ. സ്വരാജ് തന്നില്ല എന്ന് മാത്രമല്ല, പാൻഡമിക് നമ്മുടെ മറ്റേ ഫ്ലൂ വന്നു, സ്പാനിഷ് ഫ്ലൂ വന്ന് തൗസൻഡ്സ് ആയിട്ടുള്ള ആളുകൾ മരിച്ചു. ഇതൊക്കെ ഇന്ത്യൻസിന് ഒരു ജനറലായിട്ടൊരു ദേഷ്യം ഉണ്ടെന്ന് തോന്നിയപ്പം ഇവർ ഇന്ത്യക്കാരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഏത് കാലഘട്ടത്തിലാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പം നമ്മൾ നിൽക്കുന്നത് 1919 അല്ലേ, ഓർ 1918 കഴിഞ്ഞ ആ ടൈമിലാണ് നിൽക്കുന്നത്. ഈ സമയത്താണ് അവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 കൊണ്ടുവരുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് മോണ്ടിഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസ്. മോണ്ടിഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസ്. എന്താണ് ഈ മോണ്ടിഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ? ഈ മോണ്ടിഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ് മോണ്ടിഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ രണ്ട് പേരാണ്, രണ്ട് അപ്പച്ചന്മാരാണ്. ഒരപ്പച്ചൻ്റെ പേര് മോണ്ടിഗ്യൂ എന്നാണ്. ഈ അപ്പച്ചൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, മോണ്ടിഗ്യൂ, എഡ്വിൻ മോണ്ടിഗ്യൂ എന്നാണ് പേര്. പുള്ളി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു. എന്താണ്, ഇത് ബ്രിട്ടീഷുകാരുടെ ഓരോ തസ്തികകളാണ്, വലിയ പോസ്റ്റാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ പോലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു മോണ്ടിഗ്യൂ, എഡ്വിൻ മോണ്ടിഗ്യൂ. ചെംസ്ഫോർഡ് എന്ന് പറയുന്നത്, ലോർഡ് ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ വൈസ്രയ് ആണ്. നിങ്ങൾ നോക്കുക, നിങ്ങളെപ്പോഴും ആലോചിക്കുക, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വൈസ്രൈസിൽ നിന്ന് ഗവർണർ ജനറലിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്, ആ കാലത്തെ വൈസ്രയ് ഏതാ, ഈ കാലത്തെ വൈസ്രയ് ആരാ, ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്ന സമയത്തെ വൈസ്രയ് ആരാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കും. കുറേയൊക്കെ നമുക്ക് കാണാൻ പിടിച്ചുകൊണ്ടൊക്കെ പോകാം, പക്ഷേ എല്ലാം ഒന്നും പ്രായോഗികമല്ല. സോ ഇവിടെ കാണാതെ പഠിത്തമല്ല നടക്കേണ്ടത്, ഇവിടെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള പഠിത്തമാണ് നടക്കുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓൾമോസ്റ്റ് 1757 തൊട്ട് ഇങ്ങോട്ടുള്ള ഗവർണർ ജനറൽസിനെയും 1857 തൊട്ടുള്ള വൈസ്രോയ്സിനെയും അവരുടെ കാലത്ത് നടന്ന ഇൻസിഡൻസും നമുക്ക് പഠിക്കാൻ പറ്റും. അതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സും ഉണ്ട്, അത് ഞാൻ പഠിപ്പിച്ച് തരുന്നതാണ് ഉറപ്പായിട്ടും. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ അന്നത്തെ വൈസ്രോയ് ആണ് ചെംസ്ഫോർഡ്. ഈ ചെംസ്ഫോർഡിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1916 to 1921 ആണ്. മറന്നുപോകല്ല, ലോർഡ് ചെംസ്ഫോർഡിൻ്റെ കാലഘട്ടം 1916 to 1921 ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, മോണ്ടിഗ്യൂ ചെംസ്ഫോർഡ് റിഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്താണെന്നറിയോ? അതായത് ഇത് കൊണ്ടുവരാനുള്ള കാരണം, അതായത്
ഇന്ത്യക്കാർക്ക് പൊതുവിലൊരു മിലിറ്റൻറ്റ് മൂവ്മെൻറ്റ് വന്നെന്ന് അവർക്ക് മനസ്സിലായി. കാരണം വേൾഡ് വാറിന് ശേഷം സ്വരാജ് അവർ പ്രതീക്ഷിച്ചു, സ്വരാജും ഇല്ല, ഒരു തേങ്ങയില്ല, അല്ലേ? അങ്ങനെ വന്നപ്പോഴത്തേക്ക് അടുത്ത കിട്ടാനുള്ള പണി കിട്ടാൻ സാധ്യതയുണ്ട്, ഇവന്മാർ ഇന്ത്യക്കാരന്മാർ ഇളകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇന്ത്യക്കാരന്മാരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നത്. മനസ്സിലാക്കിയാണ് ഈ ആക്ട് കൊണ്ടുവന്നത്. ഓക്കെ, ഇതിനകത്ത് ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇവർ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ചില ചേഞ്ചസ് കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. ദേ പ്രപ്പോസ്ഡ് സഡൻ ചേഞ്ചസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അത് മാത്രമേ ഉള്ളൂ. അത് എന്തൊക്കെയാണെന്നുള്ളത് സത്യത്തിൽ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, ചില പരീക്ഷകൾക്ക് ഡീറ്റെയിലായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പഠിപ്പിക്കാം. ഇപ്പം നമ്മൾ ഡീപ്പിലേക്ക് പോകുന്നില്ല, പെരിഫറൽ മാത്രമാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ദേ സെപ്പറേറ്റഡ് സെൻട്രൽ ആൻഡ് പ്രൊവിഷണൽ സബ്ജക്ട്സ്. സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേന്ദ്രത്തിന് പ്രത്യേകതയുള്ള സബ്ജക്ട്സും അതാണ് സെൻട്രൽ. പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്. ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും എന്ന് പറഞ്ഞ 2 ലിസ്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് 3 ലിസ്റ്റുണ്ട്. അതുപോലെ അവിടെ അവരെന്ത് ചെയ്തു, കുറേ സബ്ജക്റ്റുകൾ, കുറേ ടോപ്പിക്കുകൾ അവർ സെൻട്രൽ ലിസ്റ്റിലാക്കി. കുറേ ടോപ്പിക്കുകൾ, ഇവിടെ ടോപ്പിക് എന്ന് ഉദ്ദേശിച്ചത് വകുപ്പുകളാണ് കേട്ടോ, ലൈക്ക് റെയിൽവേ അല്ലെ ഫിനാൻസ്, ചിലത് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിലേക്ക് മാറ്റി. ഇതാണ് ഒരു മെയിൻ. പിന്നെ അവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട പരിപാടി, സെപ്പറേറ്റ് ഇലക്ട്രോറേറ്റ് ആണ്. ഈ സെപ്പറേറ്റ് ഇലക്ട്രോറേറ്റിനെ പറ്റി ഞാൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് 1909 മിൻറ്റോ മോർലി റിഫോംസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മിൻറ്റോ മോർലി റിഫോംസിനകത്താണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ടു മുസ്ലിംസ് ഞാൻ പറഞ്ഞത്, അല്ലേ? അപ്പം ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസി ആയിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപ്പീസ് ചെയ്യുക, അങ്ങനെ ബാക്കി കമ്മ്യൂണിറ്റീസിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയും തമ്മിലടിപ്പിക്കുക. അതിനാണ് അവർ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് 1909 കൊണ്ടുവന്നത്. എങ്കിൽ അതേ പോളിസി അവർ 1919 ആയപ്പോൾ അവർ മുസ്ലിംസ് വിഭാഗത്തെ വിട്ടിട്ട് അവർ ചെയ്തത് ഹിന്ദു വിഭാഗത്തിലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ അപ്പീസ് ചെയ്തുകൊണ്ട് കുളത്തിൽ എന്തെന്ന് പറയുന്നത്, ചെളി കലക്കുക എന്ന് പറയത്തില്ലേ, കുളം കലക്കൽ പരിപാടിയായിട്ട് വന്നു. അപ്പം അതിലവർ ചെയ്തത് കുറേ ആളുകൾ, ഉദാഹരണത്തിന് നോൺ ബ്രാഹ്മിൺ, സിഖ്, ആംഗ്ലോ ഇന്ത്യൻസ്, അങ്ങനെ കുറേ ആളുകൾക്കൊക്കെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇത് ഒന്നുമില്ല, 1919 മിൻറ്റോ മോർലി റിഫോംസിൽ തുടങ്ങിയ ഡിവൈഡ് ആൻഡ് റൂൾ 1919 തുടരുന്നു. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. അതിന് അവരാദ്യം, ഞാൻ ഒന്നുകൂടെ പറയാം, അത് നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂളിൽ അവരാദ്യം ചെയ്തത് എന്താണ്, അവർ ഹിന്ദു കമ്മ്യൂണിറ്റിയെ, ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഹിന്ദു കമ്മ്യൂണിറ്റിയെ നന്നായിട്ട് അങ്ങ് അപ്പീസ് ചെയ്തു, നന്നായിട്ട് അങ്ങ് പൊക്കി. എന്നിട്ട് അന്നും ബാക്കി മുസ്ലിംസിനെയും ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയെ നന്നായിട്ട് അടിച്ചമർത്തി. അവരുടെ രണ്ടാം ഘട്ടത്തിൽ അവരെന്ത് ചെയ്തു, മുസ്ലിംസിനെ നന്നായിട്ട് അങ്ങ് പൊക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഹിന്ദു കമ്മ്യൂണിറ്റിയെ ബാക്കിയുള്ളവരെ എന്ത് ചെയ്തു, നന്നായിട്ട് അടിച്ചമർത്തി. അവരുടെ മൂന്നാമത്തെ ഇതിൽ അവർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ അങ്ങ് എന്ത് ചെയ്തു, പൊക്കി. ബാക്ക്വേർഡ് ക്ലാസ്സിനെ അപ്പീസ് ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഹിന്ദു കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും അവരെന്ത് ചെയ്തു, താക്കാൻ തുടങ്ങി. ഇത് ഇവരുടെ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അവരുടെ ഓരോ പോളിസിയാണ്. അത് മനസ്സിലാക്കാൻ പറ്റാനുള്ള ബോധവും വിവരവും ഇല്ലാത്തവന്മാരായിപ്പോയി ഇന്ത്യക്കാരന്മാർ. അതുകൊണ്ടാണ് ഇന്നും കമ്മ്യൂണിറ്റിയുടെ ബേസിൽ ഇവിടെ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ആൻഡ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരുന്നെന്നറിയോ? മോണ്ടഗ്യൂ ചെംസ്ഫോർഡിൻ്റെ ഗാന്ധിജി ആൻഡ് അതർ ലീഡേഴ്സ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദിസ്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് ഇതിനെ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തു എന്നുള്ളതാണ്. ഭയങ്കര ശക്തമായ സമരങ്ങളുണ്ടായി ഇന്ത്യയിൽ. ശ്രദ്ധിച്ചോണം, അടുത്ത 7ാമത്തെ പോയിൻ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശക്തമായ സമരങ്ങളുണ്ടായപ്പോൾ, അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുണ്ടായപ്പോൾ, നോക്കുക ഏതിനെ തുടർന്നാണ്? 1919 മോണ്ടഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസിനെ എഗൻസ്റ്റായിട്ട് ശക്തമായ സമരങ്ങളുണ്ടായപ്പോൾ, 7ാമത്തെ പോയിൻ്റ് എഴുതാൻ പോകുന്നത്, അതിനെ അടിച്ചമർത്താൻ വേണ്ടി അവർ കൊണ്ടുവന്നതാണ് റൗളറ്റ് ആക്ട്. ഈ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. അല്ല ചുമ്മാ അത് കുറേ റൗളറ്റ് ആക്ട് എന്ന് പാസ്സായി, എവിടെ വന്നു ഇങ്ങനെയൊന്നും അല്ല പഠിക്കേണ്ടത്. ദിസ് ഈസ് എ റിയൽ കോൺസെപ്റ്റ് സ്റ്റഡി ഹിസ്റ്ററി.
ഈ പറയുന്ന 7-8 വീഡിയോസ് ഞാൻ ഇതിൻ്റെ സ്ട്രക്ചറൽ വീഡിയോസ് തരുന്നത് കൃത്യമായിട്ട് പഠിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, നിങ്ങൾ ഏത് ക്വസ്റ്റ്യനും PSC അല്ല സിവിൽ സർവീസ് അതിന് അപ്പുറമുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ആൻസർ ചെയ്യാൻ പറ്റും, യാതൊരു സംശയം വേണ്ട. സോ റൗളറ്റ് ആക്ട് വാസ് പാസ്ഡ് ഓൺ മാർച്ച് 1919. ശ്രദ്ധിച്ചോണം, റൗളറ്റ് ആക്ട് പാസ് ചെയ്യുന്നത് മാർച്ച് 1919 എത്രയോ PSC പരീക്ഷകൾക്കും എത്രയോ അല്ലാതുള്ള ജനറൽ പരീക്ഷകൾക്കും സെൻട്രൽ സ്റ്റാഫ് സെലക്ഷൻ SSC പരീക്ഷകൾക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യന് ഈ ഡേറ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. റൗളറ്റ് ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അത് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി, എഴുതിക്കണം, റവല്യൂഷണറി ഫോണിനകത്തൊക്കെ എഴുതി വരാൻ ഭയങ്കര പാടാണ്. ക്രൈംസ് ആക്ട് 1919. ശ്രദ്ധിച്ചോണം, കണ്ടോ? അതായത് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 അതാണ് റൗളറ്റ് ആക്ടിൻ്റെ മറ്റൊരു പേര്. അത് പാസ്സാക്കി. എന്തിനു വേണ്ടിയിട്ട് പാസ്സാക്കി? 1919 മൊണ്ടഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസിന് എഗൻസ്റ്റായി ഉണ്ടായ ജനരോഷത്തെ അടിച്ചമർത്താൻ അവരെങ്ങനെ അടിച്ചമർത്തി? ഓൾ ഓവർ ഇന്ത്യ ദേ സ്റ്റാർട്ടഡ് ലാത്തി ചാർജസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓൾ ഓവർ ഇന്ത്യ ദേ സ്റ്റാർട്ടഡ് ലാത്തി ചാർജസ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ റൗളറ്റ് ആക്ട്? അത് മനസ്സിലാക്കണം. മനസ്സിലായി? പൊട്ടൻ ചന്തയ്ക്ക് പോകുന്ന പോലെ റൗളറ്റ് ആക്ട് അല്ല, പൊട്ടനല്ല, പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ റൗളറ്റ് ആക്ട് കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല. ആരെങ്കിലും ചോദിക്കുക എന്തോ ഈ റൗളറ്റ് ആക്ട്? ഇപ്പോഴും പലർക്കും അറിയത്തില്ല. പലർക്കും എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരോട് ചോദിച്ചാൽ അവർക്ക് എന്തോ ഒരു ആക്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ ആക്ടിലൂടെ. ത്രൂ ദിസ് പോലീസ് ക്യാൻ അറസ്റ്റ് എനി പേഴ്സൺ. പോലീസ് ക്യാൻ അറസ്റ്റ് എനി പേഴ്സൺ വിത്തൗട്ട് ട്രയൽ. ഇതൊരു ഭീകര സംഭവം അല്ലേ? ചുമ്മാ വഴിയിൽ കൂടെ പോകുന്നവനെ വേണേലും എന്ത് ചെയ്യാം? പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാം എന്ന് സാരം. അത് ശരിയായ ഒരു കാര്യമാണോ? അല്ല, അത് ശരിയായ ഒരു കാര്യമല്ല. കാരണം എന്താ? അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഇപ്പം നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് അങ്ങനെയാണ്. എമർജൻസി ഡിക്ലെയർ ചെയ്യുക. നമ്മൾ വഴി കൂടെ പോകുന്നവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലേ, നിയമം വരുമോ നാളെ? ആരെ വേണേലും പോലീസിനെ അറസ്റ്റ് ചെയ്യാം. ഗവൺമെൻറ് ഇഷ്ടമില്ലാത്തവരെല്ലാം പോലീസിനെ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു നിയമം വന്നാൽ അരാജകത്വമായില്ലേ? അതുകൊണ്ടാണ് അതിൻ്റെ പേര് അനാർക്കി എന്നുള്ള പേരുണ്ടല്ലോ. എന്താണ് റൗളറ്റ് ആക്ടിൻ്റെ മറ്റൊരു പേരെന്താണ്? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. അപ്പോൾ ഇതിനഗൻസ്റ്റായിട്ട് എന്ത് നടക്കാൻ തുടങ്ങി? അതിശക്തമായ സമരം നടക്കാൻ തുടങ്ങി. ഓക്കെ, ഞാൻ ഈ വീഡിയോ ക്ലാസ് ഒരു സെഷനോടാക്കിയിട്ട് പറയാം. ഒരു ടോപ്പിക്കിലൂടെ കുറച്ചുകൂടെ പറയാം അടുത്ത ക്ലാസ്സിൽ കുറച്ച്. കാരണം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം റൗളറ്റ് ആക്ട് വരാനുള്ള കാരണം എന്താണ്? റൗളറ്റ് ആക്ട് വാസ് പാസ്ഡ് ഓൺ മാർച്ച് 1919. പോലീസ് ക്യാൻ അറസ്റ്റ് എനി പേഴ്സൺ വിത്തൗട്ട് ട്രയൽ. ഇങ്ങനെ തന്നെ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കണം. അപ്പോൾ ഇത് പിന്നെ ഇനിയും ഒരു കാര്യം കൂടെ എഴുതിയിട്ട് നമുക്ക് നിർത്താം. ഈ റൗളറ്റ് ആക്ടിൻ്റെ 8ാമത്തെ പോയിൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അതിതാണ്, ഈ റൗളറ്റ് ആക്ടിന് എഗൻസ്റ്റായിട്ട് നമ്മൾ നാഷണൽ ഹ്യൂമിലിയേഷൻ ഡേ ആയിട്ട് ആചരിച്ചു. അതെന്നാണ്? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ചില ഡിഗ്രി പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട് അത് ചോദിച്ച്. നാഷണൽ ഹ്യൂമിലിയേഷൻ ഡേ, അതായത് ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ നാണക്കേട്. നാഷണൽ ഹ്യൂമിലിയേഷൻ ഡേ ആയിട്ട് അപമാനകരമായ ദേശീയ അപമാന ദിനം എന്നൊക്കെ പറയാം ആചരിച്ചതെന്നാണ് നമ്മൾ ഇന്ത്യയിൽ 16th April 1919. കേട്ടോ, മറന്നുപോലെ. റൗളറ്റ് ആക്ടിൻ്റെ പ്രൊട്ടസ്റ്റായിട്ട് നമ്മൾ നാഷണൽ ഹ്യൂമിലിയേഷൻ ഡേ ആയിട്ട് ആചരിച്ചു. ഇത്രയും ശക്തമായൊരു പോരാട്ടം അന്നേ വരെ ഇന്ത്യ കണ്ടിട്ടില്ല. അത് അതിശക്തമായി ഇന്ത്യക്കാരിറങ്ങി, തെരുവിലിറങ്ങി, അതിനെ അവർ ശക്തമായി നേരിടാനും തുടങ്ങി ലാത്തി ചാർജിലൂടെ. അതിൻ്റെ റിസൾട്ടായിരുന്നു ജാലിയൻ വാല ബാഗ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ്, ക്ലാസ്സുകൾ അതാത് സമയത്ത് കണ്ട് അതിൻ്റെ നോട്ട്സുകളെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.